ഗുഡ് മോർണിംഗ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത രണ്ട് തിയറംസിനോടൊപ്പം ഒരു തിയറം കൂടി പറയാനുണ്ട്. അതായത് റേഷണൽ പവർ ഓഫ് എ ഫങ്ഷൻ റൂൾ, റേഷണൽ പവർ ഓഫ് എ ഫങ്ഷൻ റൂൾ എന്നും കൂടി പറയാനുണ്ട്. അതായത് എഫ് ഒരു ഡിഫറൻഷ്യബിൾ ഫങ്ഷൻ ഓഫ് എക്സ് ആണ്, ആറ് ഒരു റേഷണൽ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ അതായത് ഒരു എഫ് റൈസ് ടു ആർ എക്സ് അല്ലെങ്കിൽ എഫ് എക്സ് ഓൾ റൈസ് ടു ആർ രണ്ടും സെയിം ആണ്, അതും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആർ എഫ് എക്സ് ആർ റൈസ് ടു ആർ മൈനസ് വൺ എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് എന്നതാണ് പറയുന്നത്. അതായത് ഒരു ഫങ്ഷൻ്റെ പവറിൽ ഒരു റേഷണൽ നമ്പർ വന്നാലും, നേരത്തെ പറഞ്ഞത് ഒരു വേരിയബിളിൻ്റെ അല്ലെങ്കിൽ ഒരു നമ്പറിൻ്റെ പവറിൽ റേഷണൽ നമ്പർ വന്നാലാണ്. ഇനി അതൊരു ഫങ്ഷൻ്റെ പവറിൽ റേഷണൽ നമ്പർ വന്നു കഴിഞ്ഞാലും അത് ഡിഫറൻഷ്യബിൾ ആണ്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു സെയിം ഫോമിൽ തന്നെയാണ്. എന്താണ്? ആർ എഫ് ഓഫ് എക്സ് ആർ റൈസ് ടു മൈനസ് വൺ എഴുതുന്നു. രണ്ടാമത് ഉള്ളിൽ കിടക്കുന്ന എഫ് ഓഫ് എക്സ് ഏതാണോ അതിൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കിട്ടും. ഇനി ഇതിലെങ്ങനെയാണ് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫും കണ്ടുപിടിക്കാൻ അല്ലേ. ഫോർ ദി ഫോളോയിങ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് തന്നിട്ടുണ്ട്. സെക്കൻഡ് ജി ഓഫ് എക്സ് എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ തന്നിട്ടുണ്ട് അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേറെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാം. ഇനി അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യം എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് അത് ഒന്ന് എഴുതി വയ്ക്കുക. എന്താണ് എഫ് കോമ്പോസിറ്റ് ജി? എന്താണ് എഫ് കോമ്പോസിറ്റ് ജിയുടെ ഡെഫിനിഷൻ? എഫ് കോമ്പോസിറ്റ് ജിയുടെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് കിടക്കുന്ന ഫംഗ്ഷൻ ഏതാണോ അതിനെ നമ്മൾ എക്സിനോട് ചേർത്ത് എഴുതുന്നു. അതായത് എഫ് ഓഫ് എന്ത് വരും? എഫ് ഓഫ് ജി ഓഫ് എക്സ് വരുന്നു. ഇനി നേരെ ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ് കാണേണ്ടതെങ്കിൽ, ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ആണ് കാണേണ്ടതെങ്കിൽ അവിടെ രണ്ടാമത് കിടക്കുന്ന ഫംഗ്ഷൻ എഫ് ആണ്. അപ്പോൾ അതിനെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് വരുന്നത്. ആ ഒരു ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എഫ് കോമ്പോസിറ്റ് ജി ആണെങ്കിൽ രണ്ടാമത് കിടക്കുന്ന ഫംഗ്ഷൻ ജി ആണ്. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് വരുന്നു. ജി കോമ്പോസിറ്റ് എഫ് ആണെങ്കിൽ രണ്ടാമത് കിടക്കുന്ന ഫംഗ്ഷൻ എഫ് ആണ്. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് വരുന്നു. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഡെഫിനേഷൻ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ്? എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബാണ്, ജി ഓഫ് എക്സ് എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ ആണ്. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് നമുക്കറിയാം, ജി ഓഫ് എക്സ് നമുക്കറിയാം. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബാണ്. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് ജി ഓഫ് എക്സ് കൊടുത്ത് കഴിഞ്ഞാൽ മതി. എക്സിൻ്റെ സ്ഥാനത്ത് ജി ഓഫ് എക്സ് കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് ആണെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ത് വരും? ജി ഓഫ് എക്സ് ഹോൾ ക്യൂബ് വരും. മനസ്സിലായെന്നായിരിക്കും. എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് ആയ സ്ഥിതിക്ക് എഫ് ഓഫ് ടു എന്താവും? ടു ക്യൂബ് ആവും. എഫ് ഓഫ് ത്രീ എന്താവും? ത്രീ ക്യൂബ് ആവും. എഫ് ഓഫ് നയൻ എന്താവും? നയൻ ക്യൂബ് ആവും. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്താവും? ജി ഓഫ് എക്സ് ക്യൂബ് ആവും അല്ലേ. ഇനി ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അതവിടെ കൊടുക്കുക. അപ്പോൾ എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ ഹോൾ ക്യൂബ് എന്ന് വരും. ഇനി പവർ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താവും? എക്സ് മൈനസ് ടു ടു ഇൻറ്റു ത്രീ എന്താവും? സിക്സ്. അപ്പോൾ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ത് വന്നു? എക്സ് മൈനസ് ടു ഹോൾ റൈസ് ടു സിക്സ് വന്നു വരും. ഇനി അതേപോലെ ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് കാണണം. ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് കാണണം. ഡെഫിനേഷൻ എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ജി ഓഫ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മൈനസ് ടു ഹോൾ സ്ക്വയർ. ജി ഓഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ മൈനസ് ടു ഹോൾ സ്ക്വയർ. ജി ഓഫ് ടെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ മൈനസ് ടു ഹോൾ സ്ക്വയർ അല്ല. എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ ഇട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ മാറും. ഇനി ജി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇവിടെ എന്താ ഇട്ട് കൊടുക്കുന്നത്? ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എഫ് ഓഫ് എക്സ് കൊടുക്കുക. അപ്പോൾ എന്താവും? ഈ സൈഡിൽ എന്ത് വരും? എക്സിൻ്റെ സ്ഥാനത്ത് എഫ് ഓഫ് എക്സ് വരുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ വരും. എഫ് ഓഫ് എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ എന്ന് വരും. എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബാണ്. അതായത് എക്സ് ക്യൂബ് മൈനസ് ടു ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഈ രണ്ട്
ആൻസർ നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് പ്രോബ്ലം നോക്കാം അല്ലേ. സെക്കൻഡ് പ്രോബ്ലം ഇവിടെ ഒരു പ്രോബ്ലം കൂടി തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്താണ്, അങ്ങനെ ഒരു പ്രോബ്ലം കൂടി ഉണ്ട്. എഫ് ഓഫ് എക്സ് റൂട്ട് എക്സ് ആണ്, ജി ഓഫ് എക്സ് എക്സ് ക്യൂബ് മൈനസ് 5 ആണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫും കണ്ടുപിടിക്കേണ്ടതുണ്ട്. നോക്കുക, എഫ് ഓഫ് നമുക്കറിയാം എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനേഷൻ പ്രകാരം എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ഇനി ഇത് മറക്കരുത്, എഫ് അല്ലേ. നമുക്ക് ആ ഒരു എഴുതുന്ന രീതി കണ്ടാൽ തന്നെ അറിയാം സെക്കൻഡ് ഫംഗ്ഷൻ ഏതാണോ അത് എക്സിനോട് ഒരുമിച്ച് എഴുതുന്നു, എന്നിട്ട് എഫ് ഓഫ് അല്ലെ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഒരു വേരിയബിളായിട്ട് അതിനെ കണക്കാക്കുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് വരും. എഫ് ഓഫ് എക്സ് റൂട്ട് എക്സ് ആയ കാരണം എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് വരും, റൂട്ട് ജി ഓഫ് എക്സ് വരും അല്ലേ. റൂട്ട് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ക്യൂബ് മൈനസ് 5. അപ്പോൾ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് കിട്ടി. ഇനി അതുപോലെയാണെങ്കിൽ അതുപോലെ ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ത് വരും, ജി ഓഫ് എഫ് ഓഫ് എക്സ് വരും അല്ല. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ക്യൂബ് മൈനസ് 5 ആണ്. അപ്പോൾ ജി ഓഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ക്യൂബ് മൈനസ് 5 ആവും. ജി ഓഫ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ക്യൂബ് മൈനസ് 5 ആവും. അതായത് ജി ഓഫ് എന്തിട്ട് കൊടുക്കുന്നു അതിനനുസരിച്ച് റൈറ്റ് സൈഡിലും ചേഞ്ച് വരും. അപ്പോൾ ജി ഓഫ് നമുക്ക് കൊടുക്കേണ്ടത് എഫ് ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ എന്തായിട്ട് മാറും, എഫ് ഓഫ് എക്സ് ഹോൾ ക്യൂബ് മൈനസ് 5 ആയിട്ട് മാറും. ഇനി എഫ് ഓഫ് എക്സ് റൂട്ട് എക്സ് നമുക്കറിയാം, അപ്പോൾ റൂട്ട് എക്സ് ഹോൾ ക്യൂബ് മൈനസ് 5 ആവും അല്ലേ. എക്സ് എന്ന് റൂട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സ് റൈസ് ടു 1/2 ആണ്. അപ്പോൾ എക്സ് റൈസ് ടു 1/2 ഹോൾ ക്യൂബ് എന്ന് വരുമ്പോൾ എക്സ് റൈസ് ടു 3/2 എന്നായിട്ട് മാറും. ദറ്റ് ഈസ് എക്സ് റൈസ് ടു 3/2 മൈനസ് 5 എന്ന് കിട്ടും. അപ്പോൾ കോമ്പോസിറ്റ് ഫങ്ഷൻസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. യൂസ് ചെയിൻ റൂൾ. ചെയിൻ റൂൾ എങ്ങനെ പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഒരു പ്രോബ്ലം, രണ്ട് പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് വൺ എന്താണ്, എക്സ് ക്യൂബ് പ്ലസ് 3 ഹോൾ റൈസ് ടു 5 ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 3 ഹോൾ റൈസ് ടു 8. സെക്കൻഡ് വൺ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് റൂട്ട് എക്സ്. അപ്പോൾ ചെയിൻ റൂള് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം നമുക്ക് രണ്ട് ഫങ്ഷൻസ് ചൂസ് ചെയ്യാൻ കഴിയണം, അത്ര ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ആ രണ്ട് ഫങ്ഷൻസ് നമുക്ക് നോക്കിയിട്ട് കണ്ടെത്താൻ പറ്റണം. നോക്കുക. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പ്രോബ്ലത്തിൽ ലെറ്റ് കണ്ടോ അങ്ങനെ എടുക്കുന്നുണ്ട്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 3യും എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റൈസ് ടു 5 ഹോൾ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു 8 ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അത് നമ്മൾ ആ ഫങ്ഷൻസ് കണ്ട് നമുക്കത് ചൂസ് ചെയ്യാൻ കഴിയണം. അതെങ്ങനെ എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് നോക്കുക, എഫ് കോമ്പോസിറ്റ് ഇത് രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ രണ്ട് രീതിയിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് അതിൻ്റെ കോമ്പോസിറ്റ് ഒന്ന് എടുത്ത് നോക്കുക. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എഫ് ഓഫ് ജി ഓഫ് എക്സ് വരും. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ രീതി രണ്ടരായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് അല്ല എക്സ് റൈസ് ടു 5/1 പ്ലസ് എക്സ് റൈസ് ടു ഹോൾ റൈസ് ടു 8 ആയ കാരണം എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ത് വരും, എക്സ് കണ്ടുകൊടുത്ത് ജി ഓഫ് എക്സ് കൊടുക്കാം. അപ്പോൾ ജി ഓഫ് എക്സ് ഹോൾ റൈസ് ടു 5 ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എക്സ് ഹോൾ റൈസ് ടു 8 എന്ന് വരും. ഇനി ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 3 ആയ കാരണം അത് അവിടെ കൊടുക്കും നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് നമുക്ക് തന്ന ഫംഗ്ഷനാണ് കിട്ടി. നോക്കുക, എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് നമുക്ക് തന്ന ഫംഗ്ഷനാണെന്ന് കിട്ടി. നോക്കുക, ഇത് തന്നെയാണല്ലോ ഈ ഫംഗ്ഷനും സെയിം അല്ലേ. അപ്പോൾ ഇത് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ആണ് കിട്ടി. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ രീതിയിൽ തന്ന ഫങ്ഷൻസിനെ കോമ്പോസിറ്റ് ഫങ്ഷനായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആ ഫങ്ഷൻ നോക്കിയിട്ട് ജി ഓഫ് എക്സും എഫ് ഓഫ് എക്സും ചൂസ് ചെയ്യണം. അത് നമുക്ക് ആ ഫങ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്താണ്, ഇതിൻ്റെ ഡയറക്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിന് പകരം കോമ്പോസിറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇനി
ഇനി എന്ത് വേണം, ഇനി നോക്കാം. ഇനി എഫ് ഓഫ് എക്സും എഫ് ഡാഷ് ഓഫ് എക്സും ഒക്കെ കണ്ടുപിടിക്കുക. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അത് എഫ് കോമ്പോസിറ്റ് ജി ആയത് കാരണം നമുക്ക് എഫ് കോമ്പോസിറ്റ് ജി ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ചാൽ മതി. എഫ് കോമ്പോസിറ്റ് ജി ഡാഷ് ഓഫ് എക്സിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ റൂൾ പ്രകാരം എന്താണ്, എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഡാഷും അറിഞ്ഞിരിക്കണം, ജി ഡാഷും അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇത് രണ്ടും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എഫ് ഓഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളവിടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. കാരണം മുകളിലുള്ള ഫംഗ്ഷനും താഴെയുള്ള ഫംഗ്ഷനും എക്സിലുള്ള ഫംഗ്ഷൻസാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ താഴത്തെ ഫംഗ്ഷൻ വി ഇൻറ്റു 1+x ഹോൾ റൈസ് ടു 8 ഇൻറ്റു മുകളിലത്തെ എക്സ് റൈസ് ടു 5ൻ്റെ 5x റൈസ് ടു 4 മൈനസ് അറിയാലോ അല്ലേ, വി ഇൻറ്റു യു ഡാഷ് മൈനസ് യു ഇൻറ്റു വി ഡാഷ് ബൈ വി സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ അറിയാം. നമ്മൾ ഒരുപാട് പ്രോബ്ലം ചെയ്തു. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് ആൻസർ എന്ത് കിട്ടും, എക്സ് റൈസ് ടു 4 5 മൈനസ് 3x ഹോൾ ഡിവൈഡഡ് ബൈ 1+x ഹോൾ റൈസ് ടു 9 എന്ന് കിട്ടും. ജി ഡാഷ് ഓഫ് എക്സ് വളരെ എളുപ്പമാണ്. ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 3 ആയ കാരണം ജി ഡാഷ് ഓഫ് എക്സ് എന്ത് വരും, 2x വരും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സും ജി ഡാഷ് ഓഫ് എക്സും കിട്ടി. ഇനി ഇവിടെ നമുക്കറിയാം ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ എഫ് കോമ്പോസിറ്റ് ജിയുടെ ഡെറിവേറ്റീവ് കണ്ടാൽ മതി എന്ന് പറയാം. രണ്ടും സെയിം ആണ്, നമ്മൾ തൊട്ട് മുകളിൽ കാണിച്ചു. അപ്പോൾ ഇനി ഓരോന്നായിട്ട് കൊടുക്കുക. എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് എന്താണ്, എക്സ് റൈസ് ടു 4 y മൈനസ് 3x 1+x ഹോൾ റൈസ് ടു 9 ആയ കാരണം എക്സ് കണ്ടുകൊടുത്തൊക്കെ എക്സിന് പകരം ഇവിടെ എന്ത് കൊടുക്കണം, ജി ഓഫ് എക്സ് കൊടുക്കണം. അപ്പോൾ ജി ഓഫ് എക്സ് ഹോൾ റൈസ് ടു 4 5 മൈനസ് 3 ജി ഓഫ് എക്സ് അല്ലെ ഹോൾ ഡിവൈഡഡ് ബൈ 1+ ജി ഓഫ് എക്സ് ഹോൾ റൈസ് ടു 9 എന്ന് വരും. ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ സിംപ്ലിഫൈ ചെയ്യുക, മാക്സിമം സിംപ്ലിഫൈ ചെയ്യുക അല്ലെ. എക്സ് സ്ക്വയർ പ്ലസ് 3 ഹോൾ റൈസ് ടു 4 ജി ഓഫ് എക്സ് കൊടുക്കുന്നു. ജി ഓഫ് എക്സ് നമുക്കറിയാലോ. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് മാക്സിമം നമ്മൾ ക്യാൻസൽ ചെയ്യും. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും, ആൻസർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 3 ഹോൾ റൈസ് ടു 4 ഇൻറ്റു 4 + 3x സ്ക്വയർ ഇൻറ്റു 2x ഹോൾ ഡിവൈഡഡ് ബൈ 4 + x സ്ക്വയർ റൈസ് ടു 9 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പ്രോബ്ലം നോക്കുക. സെക്കൻഡ് പ്രോബ്ലം നമുക്ക് മനസ്സിലായി ഇപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇത്തരത്തിൽ ഡിഫറൻസിയേഷൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമുക്ക് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ തന്ന ഫംഗ്ഷനെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ അതിനനുസരിച്ച് തന്ന ഫംഗ്ഷൻസ് രണ്ടും നോക്കിയിട്ട് നമ്മൾ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ചൂസ് ചെയ്യണം. അത് മാത്രമേ ഇതിലൊരു ഡിഫിക്കൽട്ട് പ്രൊസീജിയർ ഉള്ളൂ. അത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണത് ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സെക്കൻഡ് പ്രോബ്ലം നോക്കുക. എഫ് ഓഫ് എക്സ് എന്താണ്, √1+x ആണ്. ജി ഓഫ് എക്സ് √x ആണ്. ഇത് നമ്മളങ്ങനെ ചൂസ് ചെയ്യാണ് അല്ലേ. ചൂസ് ചെയ്ത് നോക്കി നോക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, √1+√x ഡെറിവേറ്റീവ് അല്ലേ. √1+√x ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിനൊന്ന് എഴുതി നോക്കുക. √1+√x എന്ന് എഴുതി. ഇനി നമ്മളിങ്ങനെ ചൂസ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് അതിലൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. √1+√x പകരം എന്ത് കൊടുക്കാം, ജി ഓഫ് എക്സ് കൊടുക്കാം. അപ്പോൾ √1+g ഓഫ് എക്സ് ആയി അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് അല്ലേ. കാരണം എഫ് എന്താണ്, √1+x ആണ്. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്തായിരിക്കും, √1+g ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ അതിന് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഇത് ചൂസ് ചെയ്തും കറക്റ്റാണ്. അപ്പോൾ അത് രണ്ട് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ എന്ത് കിട്ടി, √1+√x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ √1+√x ഡെറിവേറ്റീവ് കാണുന്നതിന് പകരം എഫ് കോമ്പോസിറ്റ് ജി ഡാഷ് കണ്ടാൽ മതി അല്ലേ. എഫ് കോമ്പോസിറ്റ് ജി ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ചാൽ മതി. അത് ചെയിൻ റൂൾ പ്രകാരം എന്താണ്, എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ആണ്. ഇത്രയും സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും നമ്മൾ ഒന്ന് ചൂസ് ചെയ്യാൻ മനസ്സിലാക്കണം എന്ന് മാത്രം. ഇനി ഇതിലേക്ക് വേണ്ട ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കുക. എഫ് ഓഫ് ജി ഓഫ് എക്സ് √x ആയ കാരണം ജി ഡാഷ് ഓഫ് എക്സ് 1/2 √x വരും. എഫ് ഓഫ് എക്സ് √1+x ആയ കാരണം എഫ് ഡാഷ് ഓഫ് എക്സ് 1/2 √1+x ആവും. അപ്പോൾ d/dx ഓഫ് √1+√x എന്താണ്, ചെയിൻ റൂൾ പ്രകാരം അല്ല ഇതാണ്. അതായത് ഫസ്റ്റ് വൺ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ്, അതായത് 1/2 √1+x പകരം ജി ഓഫ് എക്സ് ആയ കാരണം ജി ഓഫ് എക്സ് ആവും.
ഇൻറ്റു 1/2 റൂട്ട് എക്സ് വരും. ദാറ്റ് ഈസ് 1/2 റൂട്ട് 1 പ്ലസ് ജി എക്സിന് പകരം എന്താ വെച്ചാൽ ഇവിടെ കൊടുക്കുക. ജി ഓഫ് എക്സ് റൂട്ട് എക്സ് ആയ കാരണം 1 പ്ലസ് റൂട്ട് എക്സിന് വരും ഇൻറ്റു 1/2 റൂട്ട് എക്സ് വരും. 1/2 ഇൻറ്റു 1/2 1/4 ആവും. പിന്നെ 1/2 റൂട്ട് എക്സ് ഇൻറ്റു 1/√1 പ്ലസ് റൂട്ട് എക്സ് എന്ന് വരും. അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത്. കോമ്പോസിറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ അറിയണം. പിന്നെ ഇത്തരത്തിൽ ഫംഗ്ഷൻസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഡയറക്റ്റ് കാണുന്നതിന് പകരം ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ കോമ്പോസിറ്റ് ഫോമിലേക്ക് എത്തിക്കണം. തന്ന ഫംഗ്ഷൻസ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ രൂപത്തിലാണെന്നൊന്ന് കാണിക്കണം. അതിനുവേണ്ടി നമ്മൾ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും പ്രോബ്ലംസ് നന്നായി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ചൂസ് ചെയ്യാൻ മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു നോക്കുക. അപ്പോൾ അത് എഫ് കോമ്പോസിറ്റ് ജിയോ ജി കോമ്പോസിറ്റ് എഫോ കിട്ടും. അതിനനുസരിച്ച് നമുക്ക് ചെയിൻ റൂൾ അപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്.